CPM നേതാക്കൾക്ക് ഇടംവലം നിന്ന പോലീസുകാരെ തിരിച്ചുവിളിക്കുകയാണ് UDF. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും സർക്കാർ രൂപീകരിച്ചില്ലെങ്കിലും തലപ്പത്തങ്ങനെ ഇനി പോലീസ് തോന്നുംപടി പ്രവർത്തിക്കേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനം വന്നിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ രൂപീകരണം പൂർത്തിയാകും. ഈ സാഹചര്യത്തിൽ മന്ത്രിമാർ അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിലെല്ലാം സെറ്റാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷമായി CPM നേതാക്കളും അവരുടെ കുട്ടി സഖാക്കന്മാരുമായിരുന്നു പോലീസിനെ നിയന്ത്രിച്ചിരുന്നത്. കാക്കിക്കുള്ളിലെ സഖാക്കന്മാർ DGPയെ പോലും വിരട്ടി നിർത്തിയിരുന്ന കെട്ടകാലത്തിനാണ് അവസാനം കുറിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ചില ഈർക്കിലി നേതാക്കന്മാർക്ക് പോലും സുരക്ഷയ്ക്കായി ഗൺമാൻമാരെ പോലും CPM നിയോഗിച്ചു. ഈ ഗൺമാൻമാരെ ഒന്നാകെ തിരിച്ചുവിളിച്ചിരിക്കുകയാണ് DGP. UDF സർക്കാർ വരുമ്പോൾ എന്തായാലും ഇവരെ തിരികെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മടക്കി വിളിക്കുമെന്ന് മുൻകൂട്ടി കണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത്. ആകെ 500 പോലീസുകാരാണ് CPM നേതാക്കളുടെയും മറ്റു ചില അനുഭാവികളുടെയും ഇടവും വലവും നിൽക്കുന്നത്. ഇതിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പോലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുൾപ്പെടെ തിരിച്ചു വിളിച്ചേക്കും. CPM നേതാക്കളായ EP ജയരാജനും P ജയരാജനും എന്തിനേറെ പറയുന്നു കടകംപള്ളി സുരേന്ദ്രന് വരെ ഗൺമാൻമാരുടെ കാവലുണ്ട്. ഇവരെ ഒന്നാകെയാണ് സേവനം മതിയാക്കി മടക്കി പോലീസ് സേനയിലേക്ക് കൊണ്ടുവരുന്നത്. ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് LDF സർക്കാർ ഈർക്കിലി നേതാക്കന്മാർക്ക് വരെ സുരക്ഷ ഏർപ്പാടാക്കി നൽകിയത്. ഇതിൽ P ജയരാജന് മാത്രമാണ് നിലവിൽ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് അനാവശ്യമായ നടപടികൾ എന്നാണ് പോലീസ് സേനയിൽ നിന്നുള്ള ചോദ്യം. ഇതിനായി ഗൺമാൻമാരുടെ എണ്ണം സംബന്ധിച്ച കണക്കുകൾ പോലീസ് ആസ്ഥാനത്ത് ശേഖരിച്ചിട്ടുണ്ട്. CPM നേതാക്കളായ EP ജയരാജനും P ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും നിലവിൽ 2 ഗൺമാൻമാർ വീതമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു CPM കൗൺസിലർക്ക് പോലും വ്യക്തമായ കാരണങ്ങളില്ലാതെ ഗൺമാൻമാരെ അനുവദിച്ചിരുന്നു. ഈ സുരക്ഷയും പിൻവലിച്ചിട്ടുണ്ട്. പലർക്കായി 500ഓളം ഗൺമാൻമാരെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്ക്. കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയന് Z കാറ്റഗറി സുരക്ഷയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഉപയോഗിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ളവർ തിരികെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഗൺമാൻമാർക്ക് കണക്കിന് കൊടുക്കുമെന്ന് നേരത്തെ തന്നെ UDF പ്രഖ്യാപിച്ചിരുന്നു. ഇവർ തിരികെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിയെത്തുന്നതിന് പിന്നാലെ കാത്തുവച്ച പണികൾ കിട്ടിത്തുടങ്ങുമെന്ന് ഉറപ്പാണ്. 21 മന്ത്രിമാരും അവരുടെ ഗൺമാൻമാരെ തിരിച്ച് പോലീസിലേക്ക് അയച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഗൺമാൻമാർ തിരികെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം. അതാണ് കാറ്റിൽ പറത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് രാജി സമർപ്പിച്ചിരുന്നു. അതോടെ ഗൺമാൻമാർ തിരികെ അവരുടെ മാതൃവകുപ്പുകളിലേക്ക് പോകണമായിരുന്നു. ഇതിനുശേഷം DGPയാണ് പുതിയ സുരക്ഷാ ഭടന്മാരെ നിയമിക്കേണ്ടത്. തന്നിഷ്ടം നടപ്പിലാകില്ലെന്ന് ചുരുക്കം. വിവാദ ഗൺമാനായ അനിൽ അടക്കം ഇന്നും മുഖ്യമന്ത്രിക്കൊപ്പം തുടരുകയാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കും മുൻപ് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പൈലറ്റും എസ്കോർട്ടും പോലീസ് അനുവദിച്ചിരുന്നു. എന്നാൽ ഇരുവരും പോലീസും എസ്കോർട്ടും തിരിച്ചയക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാകുമെന്ന് പോലീസിനും വ്യക്തതയില്ലാത്തതിനാലാണ് ഇരുവർക്കും പൈലറ്റും എസ്കോർട്ടും അനുവദിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അന്തിമ തീരുമാനം വരും മുമ്പ് ആർഭാടങ്ങൾ വേണ്ട എന്ന നിലപാടിലാണ് VD സതീശനും ചെന്നിത്തലയും നിന്നത്. അതേസമയം UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് പിന്നാലെ സംസ്ഥാന പോലീസിൽ വൻ അഴിച്ചുപണിയുണ്ടാവുമെന്ന് ഉറപ്പാണ്. DGPയെ നിലനിർത്തിയാലും ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെ പ്രധാന കസേരകളെല്ലാം ഇളക്കി പ്രതിഷ്ഠിക്കും. ഇടത് സർക്കാർ മാറ്റി നിർത്തിയിരുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിലേക്ക് എത്തിക്കാനാണ് ആലോചിക്കുന്നത്. 10 വർഷം പിണറായി വിജയൻ ഭരിച്ച പോലീസ് P ശശിയടക്കം പിന്നിൽ നിന്ന് നിയന്ത്രിച്ച കാക്കിപ്പടയാണ് ഇപ്പോൾ UDFന്റെ കൈകളിൽ എത്തിയിരിക്കുന്നത്. അക്കാലമെല്ലാം അവസാനിച്ച് ആഭ്യന്തരം UDFന്റെ കയ്യിലെത്തുമ്പോൾ അടിമുടി അഴിച്ചുപണിത് പുതുമോടി വരുത്താനാണ് ശ്രമിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി പദവിയിൽ റവാഡ ചന്ദ്രശേഖറിന് ഇനി 15 മാസം കൂടി കാലാവധിയുണ്ട്. അതിനു മുൻപ് DGPയെ മാറ്റണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമായതിനാൽ DGPയായി റവാഡ തുടർന്നേക്കും. അദ്ദേഹം വിരമിക്കുന്ന 2027 ജൂലൈയിലാണ് UDF സർക്കാരിന് സ്വന്തം DGPയെ നിയമിക്കാൻ അവസരം ലഭിക്കുക. മനോജ് എബ്രഹാം ആ പദവിയിൽ എത്തുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും സർക്കാർ വരുന്നതിന് പിന്നാലെ ADGP മുതൽ SI വരെ അഴിച്ചുപണി നടത്തുമെന്ന് ഉറപ്പാണ്. അതിന്റെ ആദ്യപടിയായാണ് സുരക്ഷാ ജോലി എന്ന പേരിൽ പണിയില്ലാതെ സർക്കാർ ശമ്പളം പറ്റുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ തിരികെ സർവീസിലെത്തിക്കാനുള്ള നീക്കങ്ങളെന്നും കാണാൻ സാധിക്കും.